ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ബ്യൂട്ടി ഓഫ് മാത്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. എക്സാമിനേഷൻ നമുക്ക് ഏകദേശം മിക്കവാറും 99% ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗോസിയൻ എലിമിനേഷൻ. എന്താണ് ഗോസിയൻ എലിമിനേഷൻ? ഈ ഗോസിയൻ എലിമിനേഷൻ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ തൊട്ട് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ റോ റിഡക്ഷൻ അൽഗോരിതം പഠിച്ചിരുന്നു. ആ റോ റിഡക്ഷൻ അൽഗോരിതം നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ. കാര്യം, ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ ആ മെട്രിക്സിനെ റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണ്, റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണ്, ഈ കാര്യം നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഗോസിയൻ എലിമിനേഷൻ പ്രോബ്ലം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാര്യം, ഗോസിയൻ എലിമിനേഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന ഏതൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാലും അതിൻ്റെ മെജോറിറ്റി ഭാഗം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന മെട്രിക്സിനെ നമുക്ക് റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റിയാൽ മാത്രമേ നമുക്കത് ഈ പറയപ്പെടുന്ന മെത്തേഡ് സോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി സമയമെടുത്ത് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ. ഓക്കെ, അന്നേരം ഗോസ് എലിമിനേഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. ഗോസ് എലിമിനേഷൻ അല്ലെങ്കിൽ ഗോസിയൻ എലിമിനേഷൻ, ഇതിന് വേണമെങ്കിൽ ഇങ്ങനെയും വിളിക്കാറുണ്ട്, ഫോർവേഡ് എലിമിനേഷൻ. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഗോസിയൻ എലിമിനേഷൻ ഈസ് എ മെത്തേഡ് യൂസ്ഡ് ടു സോൾവ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ തുടക്കത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ കറക്റ്റ് ഓർഡറിൽ കാണണമെന്ന് പറയുന്നതിൻ്റെ കാര്യം ഓരോന്നും കണക്റ്റഡാണ്. പഴയ പഠിച്ച കാര്യങ്ങളിലെ പല ടേമുകളിനകത്ത് വരും. അന്നേരം എന്താണ് സംഗതി എന്നുള്ളത് ഓർമ്മ വരണം. ഓക്കെ, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഗോസിയൻ എലിമിനേഷൻ. ദ പ്രോസസ് ഇൻവോൾവ്സ് ട്രാൻസ്ഫോമിംഗ് ദ സിസ്റ്റം ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഇൻ ടു ഇറ്റ്സ് റോ എക്കലോൺ ഫോം ഓൺലി. ഈ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്, നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആദ്യം എഴുതുക. ആ ഓഗ്മെൻറ്റഡ് മെട്രിക്സിന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച റോ റിഡക്ഷൻ അൽഗോരിതം ഉപയോഗിച്ച് റോ എക്കലോൺ ഫോമിലോട്ട്, അതായത് ഫോർവേഡ് ഫേസ് റോ എക്കലോൺ ഫോമിലോട്ട് മാത്രം മാറ്റിയാൽ മതി. റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം വേണ്ട. ഓക്കെ, അതായത് ആദ്യത്തെ 5 സ്റ്റെപ്പ് റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റുക, എന്നിട്ട് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇതാണ് പരിപാടി. എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2/2 കേസാണ്. അതായത് 2 ഇക്വേഷനും 2 അൺനോൺസും വരുന്ന സിസ്റ്റം. 2 ഇക്വേഷൻ 2 അൺനോൺസ്. ഓക്കെ, ഇത്തരത്തിൽ 2 ഇക്വേഷനും 2 അൺനോൺ വന്നു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താം എന്ന് എക്സാമിനേഷൻ ചോദിക്കുകയാണെങ്കിൽ സോൾവ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോൾവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോൾവ് എന്ന് ചോദിച്ചൊരു സിസ്റ്റം തന്നു കഴിഞ്ഞാൽ അന്നേരം മനസ്സിലാക്കിക്കോണം ഗോസിയൻ എലിമിനേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം. ഓക്കെ, അല്ലെങ്കിൽ വേറെ പല രീതികളിലും ചോദിക്കാം. അതിന് നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ സോൾവ് ചെയ്യുക. ഓക്കെ, ഈ തന്നിരിക്കുന്ന സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ് എങ്കിൽ സിസ്റ്റം സോൾവ് ചെയ്യുക എന്നും പറഞ്ഞൊക്കെ ചോദിക്കാം. ഓക്കെ, അതൊക്കെ നമുക്ക് ഇനി വരുന്ന ഈ കൺസിസ്റ്റൻ്റ് എന്താണെന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് പ്രോബ്ലത്തിൻ്റെ ഇടയ്ക്കാണ് ഞാൻ പറയും, നമ്മൾ ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി. ഓക്കെ, അന്നേരം ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം. ഇതൊന്ന് സോൾവ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇവിടെ അൺനോൺസ് ഏതൊക്കെയാണോ ആ അൺനോൺസിൻ്റെ വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ് ജോലി. ഒരു ലീനിയർ സിസ്റ്റം തന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് അതിൽ നിന്ന് 1-2 കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒന്ന് എ എന്ന് വെച്ചാൽ കോഎഫിഷ്യൻ്റ് മെട്രിക്സ്. അതായത് കോഎഫിഷ്യൻ്റ് മെട്രിക്സ് വെച്ചാൽ വേരിയബിളുകളുടെ കോഎഫിഷ്യൻ്റിനെ മെട്രിക്സ് ആക്കി എഴുതുന്നു. വേരിയബിളുകളുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ ഏതൊക്കെയാണ് നോക്കുക. എ ഈക്വൽ ടു എക്സ് മൈനസ് വൈ, അത് 1 മൈനസ് 1. എക്സ് വൈയുടെയും കോഎഫിഷ്യൻ്റ് എന്താണ്? 2, 1. ഇതാണ് എ. ഓക്കെ, ഇനി എക്സ് എന്ന് വെച്ചാൽ അൺനോൺസ്. ഇവിടെ 2 അൺനോൺസാണ് ഉള്ളത്, എക്സ് വൈ. പിന്നെ ഒന്ന് ബി എന്ന് വെച്ചാൽ റൈറ്റ് സൈഡ് കോൺസ്റ്റൻറ്റ് 1, 6. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ എക്സാമിനേഷന് എഴുതാം. ലെറ്റ് എ ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു ബി ഈക്വൽ ടു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ തുടക്കത്തിലൊന്ന് എഴുതുന്നത് നന്നായിരിക്കും. ഓക്കെ, നിർബന്ധമില്ല. നമുക്ക് ഇവിടെ തൊട്ട് എഴുതിയാലും മതി. ദ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഓഫ് ദി ഗിവൺ സിസ്റ്റം. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് അറിയാമല്ല, എയിനെയും ബിനെയും കൂടെ ചേർത്ത് എഴുതുന്ന മെട്രിക്സ്. ഓക്കെ, അതായത് ഫസ്റ്റ് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1, വൈയുടെ കോഎഫിഷ്യൻ്റ് -1, ലാസ്റ്റ് ടേം 1, അത് 3 ഫസ്റ്റ് റോയിൽ എഴുതി.
രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുന്നു. രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2, വൈയുടെ കോഎഫിഷ്യൻറ്റ് 1, ലാസ്റ്റ് ടേം 6, 2 1 6 അതും എഴുതി. ഓക്കെ, ഇതാണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. ഇനി ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇതിനെ റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അൽഗോരിതം പറയുന്നത് എങ്ങനെയാണ്, ഏറ്റവും ലെഫ്റ്റിലുള്ള ആദ്യത്തെ നോൺ സീറോ കോളം ഐഡൻറ്റിഫൈ ചെയ്യുക. ഏറ്റവും ലെഫ്റ്റിലുള്ള നോൺ സീറോ കോളം ഇതാണല്ലോ, അത് ഐഡൻറ്റിഫൈ ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലെ ഫസ്റ്റ് എലമെൻറ്റ് നോൺ സീറോ ആയിരിക്കണം. ഫസ്റ്റ് എലമെൻറ്റ് നോൺ സീറോ ആണോ? നോൺ സീറോ ആണ്. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത് നോൺ സീറോ ആണ് എങ്കിൽ ആ എലമെൻറ്റ് 1 ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിനാണ് ലീഡിങ് 1 എന്ന് വിളിക്കുന്നത്. അത് 1 ആക്കണം. ഓൾറെഡി അത് 1ഉമാണ്. ഓക്കെ, ഇനി ഇത്തരം കാര്യങ്ങളിൽ ഇനി വേറെ പ്രശ്നമൊന്നുമില്ല. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ആ ലീഡിങ് 1ന് താഴോട്ടുള്ള എല്ലാ എലമെൻറ്റും 0 ആയിരിക്കണം. ഓക്കെ, അതാണ് നമ്മളുടെ ജോലി. ലീഡിങ് 1ന് താഴെ ഒരൊറ്റ എലമെൻറ്റേ ഉള്ളൂ, അത് 0 ആക്കണം. അത് ഏത് റോയിലാണ് ആ എലമെൻറ്റ് കിടക്കുന്നത്? R2 എലമെൻറ്റാണ്. അന്നേരം R2 ആണ് ചേഞ്ച് ചെയ്യാനുള്ളത്. R2 ചേഞ്ചസ് ടു R2 അങ്ങ് എഴുതുക. അതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഏതാണോ ചേഞ്ച് ചെയ്യുന്നത് അതിൽ നിന്ന് തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. R2 ചേഞ്ചസ് ടു R2 എന്നങ്ങ് എഴുതുക. ഓക്കെ, എന്നിട്ട് ഒരു മൈനസ് കൊടുക്കുക. R2 മൈനസ് ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഈ 2 ആണല്ലോ 0 ആക്കാനുള്ളത്. 0 ആക്കാനുള്ള നമ്പർ ഏതാണോ ആ നമ്പർ കൊണ്ട് ലീഡിങ് 1 ഉള്ള റോയിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ചേഞ്ച് ചെയ്യാനുള്ളത് 2 എന്ന് പറയുന്ന നമ്പറിനെ, ആ നമ്പറിനെയാണ് 0 ആക്കുള്ളത്. ആ നമ്പർ കൊണ്ട് ലീഡിങ് 1 ഉള്ള അല്ലെങ്കിൽ പിവോട്ടിൻ്റെ കോളത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ലീഡിങ് 1 അതാണ് നല്ലത്. ലീഡിങ് 1 ഉള്ള റോയെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ലീഡിങ് 1 ഉള്ള റോ എന്ന് വെച്ചാൽ R1 ആണ്. R1 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആണ്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. എന്നിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാമല്ല, R2ൽ നിന്ന് 2R1 കുറയ്ക്കുക. R2 എന്ന് വെച്ചാൽ എന്താണ്? R2 എന്ന് വെച്ചാൽ അത് ഇവിടെ കിടപ്പുണ്ട് 216 ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി പിവോട്ടുള്ള കോളത്തിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിനെ കംപ്ലീറ്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ അറിയാലോ ഓരോ നമ്പറിനെയും. അത് ഇങ്ങനെ കിട്ടും. എന്നിട്ട് അവ നമ്മൾ കുറയ്ക്കുമ്പോഴത്തേക്ക് ഇതാ ഇങ്ങനെ വരും. ഈ നമ്പർ ചേഞ്ചായി ഇങ്ങനെ വരും. ഓക്കെ ആണല്ലോ, അന്നേരം ഇവിടെ 0 ആയി. ഓക്കെ, പ്രോസസ്സ് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അന്നേരം അത് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ 1 താഴെയുള്ള എലമെൻറ്റ്സ് എല്ലാം 0 ആയി. 0 ആയി കഴിഞ്ഞാൽ അടുത്ത അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതിൽ ഇതേ കാര്യം തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, എങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ പിവോട്ട് അല്ലെങ്കിൽ ലീഡിങ് 1 വന്ന റോ അങ്ങ് കളയുക. ഓക്കെ, ലീഡിങ് 1 വന്ന റോ കളയുക. എന്നിട്ട് അതിന് താഴോട്ടുള്ള മെട്രിക്സ് ഉണ്ടല്ലോ, അതിന് താഴോട്ടുള്ളതിൽ നിന്നും ഒരു സബ് മെട്രിക്സ് നമ്മൾ കണ്ടെത്തണം. അതിന് താഴോട്ടുള്ളതിൽ 0 കോളം അല്ലാത്തത് തൊട്ട് നമ്മളൊരു സബ് മെട്രിക്സ് ഉണ്ടാക്കണം. 0 കോളം ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. അത് 0 കോളത്തിന് ശേഷം തൊട്ട് ഒരു മെട്രിക്സ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യും. ഇവിടെ മൊത്തം 3 കോളം ഉള്ളത്. ഒന്ന് ഇതൊരു കോളം, ഇത് രണ്ടാമത്തെ കോളം, ഇത് മൂന്നാമത്തെ കോളം. ഓക്കെ, ആ കോളത്തിൽ ആദ്യത്തെ കോളം 0 അല്ലേ, ഇത് 0 അല്ലേ, അതിന് എടുക്കേണ്ട ആവശ്യമില്ല. 0 അല്ലാത്ത കോളം എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന് അങ്ങോട്ടൊരു മെട്രിക്സ് എടുക്കുക. ഓക്കെ, അന്നേരം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടുന്ന് അങ്ങോട്ട് 3 4 എന്ന് പറയുന്ന ഒരു ചെറിയ മെട്രിക്സ്. ഇതാണ് മെട്രിക്സ്. ഓക്കെ, ഇതിൽ വീണ്ടും ഈ പറഞ്ഞ 4 സ്റ്റെപ്പുകൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ആദ്യത്തെ കോളം നോൺ 0 ആയിരിക്കണം. ആദ്യത്തെ കോളം വെച്ചാൽ ആകെ ഒരു 3 എന്ന് പറയുന്നൊരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ, അത് നോൺ 0 ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ കോളത്തിൽ ആദ്യത്തെ എലമെൻറ്റ് 1 ആയിരിക്കണം. ആകെ അവിടെ ഒരു എലമെൻറ്റേ ഉള്ളൂ. അത് ആ കോളത്തിൽ ആദ്യത്തെ എലമെൻറ്റ് നോൺ 0 ആയിരിക്കണം. ഓക്കെ, ഇവിടെ ആ കോളത്തിൽ ഒറ്റ എലമെൻറ്റേ ഉള്ളൂ, അത് നോൺ 0യുമാണ്. അതുകൂടാതെ ആ നോൺ 0 എലമെൻറ്റ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, അതിൽ 3 1 ആകണം. 3 1 ആകാൻ എന്തോ ചെയ്താൽ മതി? നമുക്കറിയാം ഏതൊരു നമ്പറിനെയും 1 ആക്കാനായിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അന്നേരം ഇതിപ്പോൾ R2 എലമെൻറ്റാണ്. R2 ആണ് അന്നേരം ചേഞ്ച് ചെയ്യാനുള്ളത്. R2 ചേഞ്ചസ് ടു ഈ 3നെ നമുക്ക് 1 ആക്കണം. അതായത് ആ റോയിനെ കംപ്ലീറ്റ് എന്തോ ചെയ്താൽ മതി? ഏത് എലമെൻറ്റിനെയാണോ നിങ്ങൾക്ക് 1 ആക്കാനുള്ളത് ആ എലമെൻറ്റിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ആ റോയിനെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അതായത് R2നെ കംപ്ലീറ്റ് 3യുടെ റെസിപ്രോക്കൽ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1/3 R2. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതാണ് അതായി എഴുതിയിരിക്കുന്നത്. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 3/3 1 ആവും, ഇത് 4/3 എന്ന് വരും. ഓക്കെ ആണല്ലോ? അന്നേരം അതും എഴുതി കഴിഞ്ഞു. ഓക്കെ, അന്നേരം ലീഡിങ് 1 ആയ ഫസ്റ്റ് റോയിലെ ലീഡിങ് 1 കിട്ടി, സെക്കൻഡ് റോയിലെ ലീഡിങ് 1 എഴുതി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആ 1ന് താഴെയുള്ള എല്ലാം 0 ആക്കണം. ഈ 1ന് താഴെയുള്ള എല്ലാം 0 ആക്കണം. 1ന് താഴെ എലമെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ വെച്ച് നിർത്തുക. പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇതിപ്പോൾ റോ എക്കലോൺ ഫോമിലായി. ഓക്കെ ആണല്ലോ? റോ എക്കലോൺ ഫോമിലായി കഴിഞ്ഞാൽ
ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. ഓക്കെ, അതായത് നമ്മൾ ഏതൊരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും ആ സിസ്റ്റത്തിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം ഇത് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളമായിരിക്കും. ഈ കോളം ഫസ്റ്റ് കോളം. ഓക്കെ, ഇതാണ് എക്സിന് കറസ്പോണ്ടിങ്, അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻസാണ് 1, 2 കണ്ടോ. അടുത്ത രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് വൈന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം. വൈയുടെ കോഎഫിഷ്യൻസ് എന്തൊക്കെയാണ്? -1, 1 കണ്ടോ. ഓക്കെ, ലാസ്റ്റ് കോളം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ സാധനം 1, 6. ഓക്കെ, അത് 2/2 ആയാലും 3/3 ആയാലും ഏതോ ഓർഡർ ആയാലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഓരോ കോളവും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ വേരിയബിൾസിനെയാണ്. ഓക്കെ, എത്ര വേരിയബിൾ ഉണ്ടോ അത്രയും വേരിയബിൾ. 3/3 ആണെങ്കിൽ എക്സ് വൈ സെഡ് വരും. അതിൽ ഫസ്റ്റ് കോളം എക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, സെക്കൻഡ് കോളം വൈനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, തേർഡ് കോളം ഇസഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ലാസ്റ്റ് കോളം കോൺസ്റ്റൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. വേരിയബിൾ അല്ല. ഓക്കെ, അന്നേരം നമുക്ക് ഇത് മനസ്സിലാക്കാം. നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടി. അന്നേരം ഇത് എക്സിൻ്റെ കോളത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്, ഇത് വൈയുടെ കോളത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്, ഇത് കോൺസ്റ്റൻ്റ് ആണ്. അന്നേരം ഇത്തരത്തിൽ നമ്മൾ റോ എക്കലോൺ ഫോമിലോട്ട് ഒരു സിസ്റ്റത്തിനെ മാറ്റിക്കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ഇത്ര മാത്രം ചെക്ക് ചെയ്താൽ മതി. അതായത് വേരിയബിളുള്ള എല്ലാ കോളത്തിലും പിവോട്ട് ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ലീഡിങ് വൺ ഉണ്ടെങ്കിൽ, വേരിയബിളുള്ള എല്ലാ കോളത്തിലും ലീഡിങ് വൺ ഉണ്ട് എങ്കിൽ ആ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ട് എങ്കിൽ ആ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ്, ആ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ് എന്ന് പറയാം. സൊല്യൂഷൻ ഉള്ളതിനെയാണ് നമ്മൾ കൺസിസ്റ്റൻ്റ് എന്ന് വിളിക്കുന്നത്. സൊല്യൂഷൻ ഇല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ്. അന്നേരം ഈ സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയുന്നത് മനസ്സിലാക്കിക്കോണം എങ്ങനെയാണെന്നുള്ളത്. ഈ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ട്. കാര്യം വേരിയബിളുള്ള 2 കോളത്തിലും എന്തുണ്ട്? പിവോട്ടുണ്ട്, അതായത് ലീഡിങ് വൺ ഉണ്ട്. ഓക്കെ, വേരിയബിളുള്ള എല്ലാ കോളത്തിലും ലീഡിങ് വൺ ഉണ്ട് എങ്കിൽ ആ സിസ്റ്റത്തിന് സൊല്യൂഷനുണ്ട്, സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ്. ആ സൊല്യൂഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും, അതായത് ഒരൊറ്റ സൊല്യൂഷനേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഓക്കെ, ഇത് ഇത്രയും പ്രത്യേകതകൾ ഈ പറഞ്ഞ കേസിനുണ്ട്. ഓക്കെ, നമ്മൾ അതായത് വേരിയബിളുള്ള എല്ലാ കോളത്തിലും പ്രത്യേകം ശ്രദ്ധിച്ചോണം, വേരിയബിളുള്ള എല്ലാ കോളത്തിലും ലീഡിങ് വൺ ഉണ്ടെങ്കിൽ, വേരിയബിളുള്ള എല്ലാ കോളത്തിലും ലീഡിങ് വൺ ഉണ്ട് എങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് പറയാം ആ സിസ്റ്റത്തിന് എന്താണ്? യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും, സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അന്നേരം ഈ സിസ്റ്റത്തിന് നമുക്ക് സൊല്യൂഷൻ ഉണ്ട്, അതായത് കൺസിസ്റ്റൻ്റ് ആണ്, സൊല്യൂഷൻ യൂണീക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ആ സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താം? സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന ഓഗ്മെൻറ്റഡ് മെട്രിക്സ് റോ എക്കലോൺ ഫോം ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് ആ സിസ്റ്റത്തിനെ ഒന്ന് റീറൈറ്റ് ചെയ്യാൻ പോയാണ്. എങ്ങനെയാണെന്ന് നോക്കണം. ആദ്യം ഫസ്റ്റ് റോ എടുക്കുന്നു. ഫസ്റ്റ് റോയിൽ ആദ്യത്തെ വേരിയബിൾ അറിയാമല്ലോ, ഇത് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിളാണ്. സോ 1 × x എന്നെഴുതാം. മൈനസ്, ഇവിടെ -1 ആണ്. സോ മൈനസ്, അത് വൈനെ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല, -y ഈക്വൽ ടു റൈറ്റ് സൈഡ് 1. ഇങ്ങനെയാണ് റോ എക്കലോൺ, ഒരു ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിസ്റ്റം എഴുതുന്ന രീതി ഇങ്ങനെയാണ്. ഓക്കെ, ആദ്യത്തത് എക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പറാണ്. സോ 1 × x. ഓക്കെ, അടുത്തത് വൈനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്, -1 × y, ദാറ്റ് മീൻസ് x - y ഈക്വൽ ടു എന്ന് പറഞ്ഞാണ് ലാസ്റ്റ് കോളം റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഈക്വൽ ടു 1. അന്നേരം ഒരു ഇക്വേഷൻ കിട്ടി, ഫസ്റ്റ് 1. രണ്ടാമത്തത് ഇവിടെ എക്സിൻ്റെ ടേം 0 ആണ്, 0x എന്നാണ്, അതുകൊണ്ട് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അടുത്ത 1 × y, ദാറ്റ് മീൻസ് 1 × y മീൻസ് y, വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് എന്താണ് 4/3. ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ഓക്കെ, അന്നേരം ഈ സിസ്റ്റത്തിന് സൊല്യൂഷനുണ്ട്, യുണീക്കാണ് സൊല്യൂഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ആ സൊല്യൂഷനാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇപ്പോൾ വൈയുടെ വാല്യൂ 4/3 കിട്ടി. ഇപ്പോൾ ഒരു വാല്യൂ കിട്ടി, അതായത് സിസ്റ്റത്തിന് ആകെയുള്ള 2 അൺനോൺസ് എക്സും വൈയും. ആ എക്സിൻ്റെ വൈയുടെയും വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ് ജോലി. ഓക്കെ, അന്നേരം സൊല്യൂഷൻ ഉണ്ടെന്ന് മനസ്സിലായി, ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ എക്സിനും വൈക്കും ഓരോ വാല്യൂ ആണുള്ളത്. ഇപ്പോൾ വൈയുടെ വാല്യൂ കിട്ടി 4/3. വൈയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ല. യുണീക്ക് സൊല്യൂഷനുള്ള കേസുകളിൽ ഇത്തരത്തിൽ നമുക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യാൻ പറ്റും. അതായത് വൈയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ, രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് തൊട്ട് മുമ്പുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അടുത്ത അൺനോണിൻ്റെ വാല്യൂ കിട്ടും. അതിനാണ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ബാക്കിലോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അത് തന്നെ സംഗതി, വേറൊന്നുമില്ല. അന്നേരം വൈയുടെ വാല്യൂ 4/3 എടുത്ത് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ വൈയുടെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് കാൽക്കുലേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ,
വൈയുടെ പ്ലേസിൽ കൊടുത്തു എക്സ് മൈനസ് 4/3 ഈക്വൽ ടു 1, എക്സ് ഇസ് ഈക്വൽ ടു 1 + 4/3. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുമോ അല്ലാതെ ചെയ്യുമോ എന്ത് ചെയ്യുക. സോ എക്സ് ഇസ് ഈക്വൽ ടു 7/3 എന്നുണ്ട്. അതായത് ദ സിസ്റ്റം ഹാസ് എ യൂണീക്ക് സൊല്യൂഷൻ എക്സ് ഇസ് ഈക്വൽ ടു 7/3 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 4/3. ഇതാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, എന്താണ് ജോമെട്രിക്കൽ എൻ്റെ മീനിങ്? വേണമെങ്കിൽ ജോമെട്രിക്കൽ എക്സ്പ്ലനേഷൻ കൂടി എക്സാമിനേഷൻ ചോദിക്കാം. നമ്മൾ ഓൾറെഡി എൻ്റെ ജോമെട്രിക്കൽ മീനിങ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് 2/2ൻ്റെ കേസ്. 2 ഇക്വേഷൻ 2 അൺനോൺസും വരുന്ന കേസിൽ. അതായത് 2 ഇക്വേഷനും 2 അൺനോൺസും വരുന്ന കേസ് എന്ന് വെച്ചാൽ 2 ലൈനുകളാണ് ഈ അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓരോ ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓരോ ലൈനിനെയാണ്. അന്നേരം ഈ ലൈനിൻ്റെ പ്രത്യേകത അനുസരിച്ചാണ് അതിന് സൊല്യൂഷൻ ഉണ്ടാവുക. യൂണീക്ക് ആണെങ്കിൽ എന്താണ് പ്രത്യേകത? ഈ 2 ലൈനും പരസ്പരം ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ യൂണീക്ക് എന്നല്ലേ കിട്ടിയത്. ദാറ്റ് മീൻസ് ഈ തന്നിരിക്കുന്ന 2 ഇക്വേഷൻസ്, സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ ആദ്യത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഇപ്പോൾ കിട്ടിയ എക്സ് വാല്യൂ 7/3, 4/3. 7/3, 4/3 എന്ന് പറയുന്ന പോയിന്റിലാണ് ഈ ലൈൻ്റെ ഇക്വേഷൻ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ ഓരോ ലൈൻസും ഓരോ ഇക്വേഷൻസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് 7/3, 4/3 എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ജോമെട്രിക്കൽ മീനിങ്. ഓക്കെ ആണല്ലോ. ഇനി ഈ കിട്ടിയ സിസ്റ്റം, ഈ കിട്ടിയ സൊല്യൂഷൻ കറക്റ്റാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണെന്നറിയോ? എക്സിന് 7/3 വൈക്ക് 4/3 അല്ലേ? അത് കറക്റ്റാണോ എന്ന് അറിയാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ്റെ പ്ലേസിൽ 2 ഇക്വേഷനിലും എക്സിന് കിട്ടിയ വാല്യൂ വൈക്ക് കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന് 7/3 എത്രയാണ് എക്സിന് കിട്ടിയ വാല്യൂ? എക്സിന് 7/3 വൈക്ക് 4/3. അന്നേരം ആദ്യത്തെ ഇക്വേഷനിൽ വേണം നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 7/3 - 4/3 വിച്ച് ഈസ് ഈക്വൽ ടു 1 കിട്ടുന്നു നോക്കുക. 1 കിട്ടിയാൽ ആദ്യത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ബേസ് സെയിം ആണ്, 3 ആണ്. അങ്ങനെയെങ്കിൽ ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്താൽ 7 - 4 എന്താണ് 3, 3/3 എന്താണ് 1 ആണ്. അന്നേരം ആദ്യത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതേപോലെ രണ്ടാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 × x, അതായത് 2 × 7/3 + 4/3 എന്താ വരും? 2 × 7/3 + 4/3 14/3 + 4/3 14/3 + 4/3 രണ്ടിൻ്റെ ബേസ് സെയിം ആണ്. അന്നേരം ഇത് 7 × 2 14, 14 + 4 18, അത് 18/3 ദാറ്റ് ഈസ് 6 എന്ന് വരും. രണ്ടാമത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ കിട്ടിയ സൊല്യൂഷൻ ട്രൂ ആണ്. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സൊല്യൂഷൻ ശരിയാണോ എന്നുള്ളത് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാനും സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതൊരു യൂണീക്ക് സൊല്യൂഷൻ്റെ കേസ് കിട്ടി. ഇനി അടുത്ത രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, സോൾവ് ദ ലീനിയർ സിസ്റ്റം. ഈ 2 ഇക്വേഷൻസ് 2 അൺനോൺസ് ഉള്ളതിന് 3 കേസാണ് ഉള്ളതെന്ന് അറിയാമല്ലോ. 2 ലൈൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇത് ജോമെട്രിക്കൽ മീനിങ് എന്നുള്ളത്. അത് ഒന്നുകിൽ ഇവ ഇൻ്റർസെക്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഇവ പാരലായിരിക്കും. അതുപോലെ തന്നെ ഇവ തമ്മിൽ യാതൊരു കണക്ഷനും ഉണ്ടായിരിക്കില്ല. ഓക്കെ, പ്രത്യേകം നിൽക്കത്തേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ കേസ്, ഒരു ലൈനിൻ്റെ മുകളിലായിട്ട് മറ്റൊരു ലൈൻ വരും, കോയിൻസൈഡ് ചെയ്യുന്ന കേസ്. അങ്ങനെ വരുന്ന കേസിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആയിരിക്കും. ഇതാണ് ജോമെട്രിക്കൽ മീനിങ്. അന്നേരം അടുത്ത ക്വസ്റ്റ്യൻ തന്നു. ആദ്യം നമുക്ക് ഇത് സോൾവ് ചെയ്യാനായിട്ട് സോൾവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എഴുതണം. ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എഴുതാൻ അറിയാമല്ലോ. എ ബി ഈസ് ഈക്വൽ ടു എന്താ വരും? എ ബി ഈക്വൽ ടു മാട്രിക്സ് ആദ്യം എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻ്റ് എന്താണ്? 1 1, റൈറ്റ് സൈഡ് 4. അടുത്ത എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻ്റ് ആണ് 3 3 6, റൈറ്റ് സൈഡ്. എന്നാൽ ഇതാണ് ഓഗ്മെൻറ്റഡ് മാട്രിക്സ്. അതാദ്യം അങ്ങോട്ട് എടുത്തെഴുതി. ഇനി ഇതിനെ റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. അതിനാദ്യം ഏറ്റവും ലെഫ്റ്റിലുള്ള നോൺ സീറോ കോളം കണ്ടെത്തി. ആ നോൺ സീറോ കോളത്തിൻ്റെ ആദ്യത്തെ നമ്പർ നോൺ സീറോ ആയിരിക്കണം. അത് നോൺ സീറോ ആണ്. ഇനി നോൺ സീറോ ആയ മാത്രം പോരാ, ആ നമ്പർ 1 ആയിരിക്കണം. അതിനാണ് ലീഡിങ് 1 എന്ന് വിളിക്കുന്നത്. അത് 1ഉമാണ്. അന്നേരം ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ആ 1ന് താഴെയുള്ളത് 0 ആക്കുക എന്നുള്ള സ്റ്റെപ്പാണ്. 1 താഴെ 0 ആക്കാനായിട്ട് എളുപ്പമല്ലേ? 3 ആണ് 0 ആക്കാനുള്ളത്. 3 ഏത് റോയിലാണ്? R2ലാണ്. സോ R2 ചേഞ്ചസ് ടു R2 മൈനസ് എന്നങ്ങ് എഴുതുക ആദ്യം. ഓക്കെ, അങ്ങനെ R2 മൈനസ് R2 എന്ന് പറഞ്ഞ റോയിൽ നിന്ന് ഇനി എന്താ കുറയ്ക്കാനുള്ളതെന്ന് അറിയാനായിട്ട് നമുക്ക് 0 ആക്കേണ്ടുള്ളത് ഏത് നമ്പറിനെയാണോ ആ നമ്പർ കൊണ്ട് ലീഡിങ് 1 ഉള്ള റോയിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 3 കൊണ്ട് ലീഡിങ് 1 ഉള്ള റോ, അതായത് R1നെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് കുറയ്ക്കാൻ അറിയാമല്ലോ. R2ൽ നിന്നും 3 R1 കുറയ്ക്കുക. R2 എന്ന് വെച്ചാൽ ഈ സാധനം, അതാണ് ഇതായി എഴുതിയിരിക്കുന്നത്. അതിൽ നിന്ന് എന്തോ കുറയ്ക്കണം? ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും 3 3 12. എന്നിട്ട് അവ പരസ്പരം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഈ നമ്പറാണ്. അതങ്ങോട്ട് എടുത്ത് എഴുതി വെക്കുക. ക്ലിയർ ആണല്ലോ. അത് കഴിഞ്ഞു. ഇപ്പോൾ ലീഡിങ് 1 താഴെയുള്ളത് 0 ആക്കി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെക്കൻഡ് റോയിൽ
ദാറ്റ് മീൻസ് ലീഡിങ് വണ്ണുള്ള കോളം റോ കളഞ്ഞു. റോ കളഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിന് തൊട്ട് താഴോട്ടുള്ളതിൽ നിന്നും നോൺ സീറോ കോളം എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് ഒരു സബ് മെട്രിക്സ് എടുക്കുക. ഇത് 0 കോളമാണ്, ഇത് 0 കോളമാണ്. നോൺ സീറോ കോളം വരുന്നതാണ് ഈ ഒരൊറ്റ നമ്പർ മാത്രം -6. ക്ലിയർ ആണല്ലോ? അതെടുത്തു. ഇനി വീണ്ടും പഴയ പ്രോസസ്സ് പഴയപടി കണ്ടിന്യൂ ചെയ്യുക. അതായത് അതിൽ ആ കോളത്തിലെ ഫസ്റ്റ് എലമെൻറ്റ് നോൺ സീറോ ആയിരിക്കണം, അതുകൂടാതെ 1 ആയിരിക്കണം. ഇവിടെ -6 അല്ലേ, 1 ആക്കണ്ടേ? 1 ആക്കാനായിട്ട് എന്താ ചെയ്യാനുള്ള പരിപാടി? ഏത് നമ്പറിനെയും 1 ആക്കാനായിട്ട് ആ നമ്പറിൻ്റെ റെസിപ്രോക്കലുണ്ട്, ആ റോയിനെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അന്നേരം -6ൻ്റെ റെസിപ്രോക്കൽ -1/6. ഓക്കെ, അതുകൊണ്ട് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സെക്കൻഡ് റോ R2നെ കംപ്ലീറ്റ് ആണ്ട് R2 ചേഞ്ചസ് ടു -1/6 R2 -1/6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അന്നേരം ഈ എലമെൻറ്റ് എന്താവും 1 ആകും. ഇനി വീണ്ടും അടുത്ത പരിപാടി എന്താണ്? 1ന് താഴെയുള്ളതെല്ലാം 0 ആക്കണം. സോ 1ന് താഴെ എലമെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ വെച്ച് നിർത്തുക. അന്നേരം ലീഡിങ് 1 കിട്ടിയ ഇതാണ് ലീഡിങ് 1, ഇതാണ് ലീഡിങ് 1. ഓക്കെ, ഇവിടെ വെച്ചാണ് നമുക്ക് സൊല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഓൾറെഡി ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു ഇതാണ് വേരിയബിളുള്ള കോളം, ഇതും വേരിയബിളുള്ള കോളമാണ്. ലാസ്റ്റ് കോളം എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അവസാന കോളത്തിൽ, അതായത് വേരിയബിൾ അല്ലാത്ത കോളം ഉണ്ടല്ലോ, അവസാന കോളത്തിൽ പിവോട്ട് വന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ലീഡിങ് 1 വന്നു കഴിഞ്ഞാൽ, അവസാന കോളത്തിൽ ലീഡിങ് 1 വന്നു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടാകില്ല. ക്ലിയർ ആണോ? അവസാന കോളത്തിൽ ലീഡിങ് 1 വന്നു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന് എന്തുണ്ടാകില്ല? സൊല്യൂഷൻ ഉണ്ടാകില്ല. ഓക്കെ, അന്നേരം സൊല്യൂഷൻ ഉണ്ടാകത്തില്ലെന്ന് ഇവിടെ വെച്ച് തന്നെ മനസ്സിലായേ. അത് എഴുതി പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. അന്നേരം ഇപ്പോൾ റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റി കഴിഞ്ഞു. ഈ റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റിയ സാധനത്തിന് നമുക്ക് റീറൈറ്റ് ചെയ്ത് സിസ്റ്റത്തിലോട്ട് മാറ്റല്ല. ഓക്കെ, ദ സിസ്റ്റം കറസ്പോണ്ടിങ് ടു ദിസ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. ഈ ഓഗ്മെൻറ്റഡ് മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിസ്റ്റം നേരത്തെ ഞാൻ പറഞ്ഞത് എങ്ങനെ എഴുതുന്നത്? ഇത് എക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കോളം. അന്നേരം ഈ എക്സ് 1 × x പ്ലസ് 1 × y അന്നേരം x + y = 4 വന്നേ. ഇനി അടുത്ത രണ്ടാമത്തെ ഇക്വേഷൻ 0x, അത് 0 ആയി പോവും, പ്ലസ് 0y, അതും 0 ആയി പോവും. അന്നേരം 0 + 0 0 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് എന്താണ്? 1 ആണ്. ഓക്കെ, അന്നേരം 0 = 1 എന്ന് കിട്ടും രണ്ടാമത്തെ ഇക്വേഷൻ. ഇതെപ്പോഴെങ്കിലും ട്രൂ ആണോ? 0 എന്ന് പറയുന്നത് 1ന് ഈക്വൽ ആകുമോ? ഒരിക്കലും ആകുകയില്ല. ഓക്കെ, അത്തരത്തിലൊന്നും സംഭവിക്കുകയില്ല. അത് ബ്ലണ്ടറാണ്, തെറ്റാണ്. ഓക്കെ, ഇത്തരത്തിലൊരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ വന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ സിസ്റ്റത്തിന് എന്തില്ല? സൊല്യൂഷൻ ഇല്ല. ഇങ്ങനെയും നമുക്ക് ഇതിൻ്റെ കൺക്ലൂഷൻ എഴുതി പിടിപ്പിക്കാവുന്നതാണ്. ഇതാണ് എക്സാമിനേഷൻ എഴുതേണ്ട രീതി. പക്ഷേ നമുക്ക് ഇവിടെ വെച്ച് തന്നെ നമുക്ക് എൻ്റെ സൊല്യൂഷൻ നേച്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലാസ്റ്റ് കോളത്തിൽ പിവോട്ട് വന്നു കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻ ഇല്ല. സൊല്യൂഷൻ ഇല്ലാതാകുന്നത് ഈ സിസ്റ്റം ഇങ്ങനെ എഴുതി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടും. അവിടെ തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും. അതായത് 0 = സം നോൺ സീറോ നമ്പർ എന്ന് കിട്ടും. 0 എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നോൺ സീറോ നമ്പറിന് തുല്യമാകുമോ? ഒരിക്കലും ആവുകയില്ല. അതൊരു ബ്ലണ്ടറാണ്, തെറ്റാണ്. അത്തരത്തിലൊരു തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വന്നതുകൊണ്ട്, സംഭവിച്ചതുകൊണ്ട് ഈ സിസ്റ്റത്തിന് എന്തില്ല? സൊല്യൂഷൻ ഇല്ല. ദാറ്റ് മീൻസ് ഈ സിസ്റ്റത്തിന് നമുക്ക് വിളിക്കുന്നതാണ് ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റം. ഈ സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ ജോമെട്രിക്കൽ മീനിങ് എന്താണ്? ജോമെട്രിക്കൽ മീനിങ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ ആദ്യത്തെ ലൈനും രണ്ടാമത്തെ ലൈനും പാരലായിരിക്കും, ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. ഇവ തമ്മിൽ യാതൊരുവിധ കണക്ഷനും ഇല്ല, ജോയിൻറ്റും ഇല്ല. അതുകൊണ്ട് ഈ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ല എന്നുള്ളതാണ് ജോമെട്രിക്കൽ മീനിങ്. ഓക്കെ, അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വായിച്ച് നോക്കുക. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരെണ്ണം കൂടെ പറയാം. നമുക്ക് 3 നേച്ചറാണുള്ളത്. 2 ഇക്വേഷനും 2 അൺനോൺസും ഉള്ള സിസ്റ്റത്തിന് 3 നേച്ചറാണുള്ളത്. ഒന്നെങ്കിൽ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടാകും, യുണീക്കായിരിക്കാം, അല്ലെങ്കിൽ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടാകില്ല, അല്ലെങ്കിൽ മൂന്നാമത്തെ കേസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആയിരിക്കും. ഇനി അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോൾവ് ദ ലീനിയർ സിസ്റ്റം. ഒരു സിസ്റ്റം വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതാൻ അറിയാമല്ലോ. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് AB = മെട്രിക്സ് എക്സിൻ്റെയും വൈയുടെ കോഎഫിഷ്യൻറ്റ് 4 - 2 റൈറ്റ് സൈഡ് 1, അതുപോലെ തന്നെ അടുത്ത 16 - 8 റൈറ്റ് സൈഡ് 4. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതി. ഓക്കെ ആണ്. അന്നേരം അതങ്ങോട്ട് എഴുതി. ഇനി റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റാനായിട്ട് ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ ആദ്യത്തെ നോൺ സീറോ കോളം ലെഫ്റ്റിലുള്ള ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതാണ് നോൺ സീറോ കോളം. അതിൽ ആദ്യത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? നോൺ സീറോ ആയിരിക്കണം. അതുകൂടാതെ അത് 1 ആയിരിക്കണം. അന്നേരം 4ന് നമുക്ക് 1 ആക്കണം. ഏതൊരു നമ്പറിനെ 1 ആക്കാനായിട്ടും ആ നമ്പറിൻ്റെ റെസിപ്രോക്കലുകൊണ്ട് ആ റോയിനെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ഇത് R1 ആണ്. സോ R1 ചേഞ്ചസ് ടു R1നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1/4 കൊണ്ട് മൾട്ടിപ്ലൈ അറിയാമല്ലോ. ദാറ്റ് മീൻസ് ഓരോ നമ്പറിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും.
ഓക്കെ ആണല്ലോ. അന്നേരം 1 ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് 1ന് താഴെയുള്ള എല്ലാ എലമെൻറ്റ്സും 0 ആക്കണം. 16 0 ആക്കണം. എളുപ്പമാണ് നമുക്ക് 0 ആക്കാനായിട്ട് എന്തോ ചെയ്താൽ മതി, ഏതാണോ 0 ആക്കാനുള്ളത് R2 ആണല്ലോ ചേഞ്ച് വരുന്നത്. R2 ചേഞ്ചസ് ടു R2 മൈനസ് എന്നങ്ങ് എഴുതുക. ഓക്കെ, R2 മൈനസ് എന്ന് എഴുതിയതിന് ശേഷം ഏത് എലമെൻ്റാണോ 0 ആക്കാനുള്ളത് ആ എലമെൻറ്റ് കൊണ്ട് ലീഡിങ് വണ്ണുള്ള റോയിനെ മൾട്ടിപ്ലൈ ആണ്. 16 കൊണ്ട് ലീഡിങ് വണ്ണുള്ള റോ R1 അതിനെ മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് അവ തമ്മിൽ കുറച്ചാൽ മതി. ക്ലിയർ ആണല്ലോ. അതായത് R2 എന്ന് വെച്ചാൽ ഈ സാധനം അതെടുത്ത് എഴുതി. ഇനി ഈ സാധനത്തിനെ കംപ്ലീറ്റ് 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതും എഴുതി. എന്നിട്ട് അവ തമ്മിൽ കുറയ്ക്കുമ്പോൾ എല്ലാം 0 വരും. ഓക്കെ, എല്ലാം 0 വരും. നിങ്ങൾ കുറച്ച് നോക്കിയാൽ മതി. അതിൽ 0 0 0 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ ലീഡിങ് വണ്ണുള്ള റോ അങ്ങ് കളയുക. ഇനി തൊട്ടടുത്തുള്ള റോയിൽ നിന്നും ഒരു നോൺ സീറോ കോളം എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നൊരു സബ് മെട്രിക്സ് എടുക്കുക. ഇവിടെ നോൺ സീറോ ആയിട്ടുള്ള ഏതെങ്കിലും കോളം ഉണ്ടോ? ഇല്ല, എല്ലാം 0 ആണ് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് ഇനി പ്രോസസ്സ് അങ്ങോട്ട് ചെയ്യാനില്ല. സോ ഇവിടെ വെച്ച് അവസാനിച്ചു. ഇതാണ് റോ എക്കലോൺ ഫോം. ഓക്കെ ആണല്ലോ. അതിൻ്റെ റോ എക്കലോൺ ഫോമിലായിക്കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ സൊല്യൂഷൻ്റെ നേച്ചർ പറയാം. സൊല്യൂഷൻ നേച്ചർ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഞാൻ നേരത്തെ പറഞ്ഞു ലാസ്റ്റ് കോളത്തിൽ പിവോട്ട് വന്നു കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ്റെ നേച്ചർ എന്താണ്? ഇൻകൺസിസ്റ്റൻ്റ് ആണ്, അതായത് സൊല്യൂഷൻ ഇല്ല. ഓക്കെ, പ്രത്യേകം ഓർത്തോണം. ലാസ്റ്റ് കോളത്തിൽ പിവോട്ട് വന്നു കഴിഞ്ഞാൽ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ല, വേറെ ഒന്നും നോക്കാനില്ല. ഓക്കെ, ഇനി ബാക്കിയുള്ള 2 വേരിയബിളുള്ള കോളം ഉണ്ടല്ലോ, വേരിയബിളുള്ള കോളത്തിൽ എല്ലായിടത്തും പിവോട്ട് ഉണ്ടെങ്കിൽ എന്താണ്? സൊല്യൂഷൻ യുണീക്കാണ്. ഇതാണ് വേരിയബിളുള്ള ഒരു കോളം, എക്സിൻ്റെ കോളം, അവിടെ പിവോട്ടുണ്ട്. ഓക്കെ, ഇനി ഈ 2 കേസിലും വരാത്തതാണ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. അതായത് ലാസ്റ്റ് കോളത്തിൽ പിവോട്ടില്ല, അതുകൂടാതെ വേരിയബിളുള്ള 2 കോളത്തിലും എന്തില്ല? പിവോട്ടില്ല, അതല്ലെങ്കിൽ ലീഡിങ് വൺ ഇല്ല. ക്ലിയർ ആണല്ലോ. ലാസ്റ്റ് കോളത്തിൽ ലീഡിങ് വൺ ഇല്ല. ഓക്കെ, ലാസ്റ്റ് കോളത്തിൽ ലീഡിങ് വൺ ഇല്ലാത്തതുകൊണ്ട് സൊല്യൂഷൻ നമുക്ക് ഉറപ്പിക്കാം കൺസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, സൊല്യൂഷൻ കൺസിസ്റ്റൻ്റ് ആണ്. ഈ ലാസ്റ്റ് കോളത്തിൽ ലീഡിങ് വൺ വന്നാൽ സൊല്യൂഷൻ ഇല്ല, ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് കോളത്തിൽ ലീഡിങ് വൺ ഇല്ലെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് സൊല്യൂഷനുണ്ട്, അത് കൺസിസ്റ്റൻ്റ് ആണ്. അത് ആ സൊല്യൂഷൻ്റെ പ്രത്യേകത പറയാൻ പോകുന്നു. ഒന്നെങ്കിൽ യുണീക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആയിരിക്കും. യുണീക്ക് ആവണമെങ്കിൽ എന്താ പ്രത്യേകത? വേരിയബിളുള്ള 2 കോളത്തിലും ലീഡിങ് വൺ ഉണ്ടായിരിക്കണം. ഇവിടെ വേരിയബിളുള്ള 2 കോളത്തിലും ലീഡിങ് വൺ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് സൊല്യൂഷൻ യുണീക്ക് അല്ല. പിന്നെ ഒരൊറ്റ പോസിബിലിറ്റി ഉള്ള എന്താണ്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആയിരിക്കും. സോ ഈ സിസ്റ്റത്തിന് എന്താണ്? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആയിരിക്കും. ഇനി ആ സൊല്യൂഷൻ കണ്ടെത്താൻ പോവുകയാണ് എങ്ങനെയാണെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നേരത്തെ പോലെ തന്നെ ഈ തന്നിരിക്കുന്ന റോ എക്കലോൺ ഫോം, അതായത് ഓഗ്മെൻറ്റഡ് മെട്രിക്സസിനെ നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. എങ്ങനെ അറിയാമല്ലോ? 1 × എക്സ് അടുത്ത -1/2y വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് 1/4. ലാസ്റ്റ് ഇക്വേഷൻ എന്താണ്? 0 = 0 എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഇങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് വരുന്ന കേസുകളിലാണ് നമുക്ക് ലീഡിങ് വേരിയബിളിൻ്റെയും ഫ്രീ വേരിയബിളിൻ്റെയും സാധ്യതകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതാണ് നോക്കണം. ഇവിടെ നമ്മളിപ്പം ഈ പറഞ്ഞ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എടുത്ത് എഴുതി. ഇക്വേഷൻ 1 എന്നും 2 എന്നും എഴുതി. ഓക്കെ, ഇവിടെ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ട്രൂ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഓക്കെ, തൊട്ടുമുമ്പത്തെ കേസിൽ 0 = 1 എന്നാവുന്ന, അത് ഒരിക്കലും ട്രൂ ആകില്ല. 0 1 ട്രൂ ആകില്ല. അതുകൊണ്ടാണ് സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആയത്, സൊല്യൂഷൻ ഇല്ലാത്തത്. ഇവിടെ 0 = 0 എന്നാണ്. 0 ഈക്വൽ തന്നെയാണ്. അവിടെ വേറെ പ്രത്യേകിച്ച് തെറ്റായ കാര്യങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നില്ല. ഓക്കെ, അന്നേരം ഇവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ വരുന്ന കേസ് പറഞ്ഞു. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷനാണ്. ആ സൊല്യൂഷൻ കണ്ടെത്താൻ പോവുകയാണ് എങ്ങനെയാണെന്നുള്ളത്. അതിനകത്ത് ലീഡിങ് വേരിയബിൾ ഏതാണ്, ഫ്രീ വേരിയബിൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോവാണ്. പിവോട്ട് ഏത് കോളത്തിലാണോ ഉള്ളത്, അതല്ലെങ്കിൽ ലീഡിങ് വണ്ണ് ഏത് കോളത്തിലാണോ ആ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിളാണ് ലീഡിങ് വേരിയബിൾ. ലീഡിങ് വൺ ഉണ്ട്, അതുകൊണ്ട് എക്സ് ലീഡിങ് വേരിയബിളാണ്. ഇവിടെ ലീഡിങ് വൺ ഇല്ല, അതുകൊണ്ട് വൈ ഫ്രീ വേരിയബിളാണ്. ക്ലിയർ ആണല്ലോ. അന്നേരം ഏതാണോ ഫ്രീ ആയിട്ടുള്ള വേരിയബിൾ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തോണം. ഇനി ഫ്രീ വേരിയബിൾ ഏതാണെന്ന് പിടികിട്ടിയല്ല. ഫ്രീ വേരിയബിൾ ഏതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഫ്രീ വേരിയബിളിന് നമുക്കിഷ്ടമുള്ള എന്ത് നമ്പർ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, കാര്യം ഈ സിസ്റ്റത്തിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷനാണ്. ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വേരിയബിൾ വൈ എന്ന് പറയുന്ന വേരിയബിൾ ഫ്രീ വേരിയബിളാണ്, ഫ്രീ ആണ്. നമുക്കതിന് എന്തും കൊടുക്കാൻ വാല്യൂ. ഏത് കൊടുത്താലും ഈ തന്നിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ ഈക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകത.
ഓക്കെ, അന്നേരം വൈക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. അന്നേരം ഞാൻ ആദ്യം ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞു, ഈ -1/2y അങ്ങ് അപ്പുറം കൊണ്ടുപോകാമല്ലോ. കാര്യം എക്സ് ലീഡിങ് വേരിയബിളാണ്. ഓക്കെ, എക്സ് ലീഡിങ് വേരിയബിളാണ്. അന്നേരം ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് വരുന്ന കേസിൽ ലീഡിങ് വേരിയബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞ് വേണം നമ്മളെപ്പോഴും എഴുതാനായിട്ട്. എക്സ് ഇസ് ഈക്വൽ ടു, ഓക്കെ, ലീഡിങ് വേരിയബിൾ ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് ഫ്രീ വേരിയബിൾ. ഓക്കെ, ലീഡിങ് വേരിയബിൾ ഈക്വൽ എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഇതിനെ അങ്ങ് അപ്പുറം കൊണ്ടുപോയി. ഓക്കെ ആണല്ലോ, അതാണ് അത് എഴുതിയിരിക്കുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു 1/4 + 1/2y. വൈ ആണ് ഫ്രീ വേരിയബിൾ എന്ന് പറയുന്നത്. ആ വൈക്ക് നമുക്ക് ഇഷ്ടമുള്ള എന്ത് വാല്യൂം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇഷ്ടമുള്ള ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം. ഇഷ്ടമുള്ള ഒരുപാട് നമ്പറുണ്ട്. റിയൽ നമ്പേഴ്സ് വെച്ചാൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ്, നമുക്ക് കൗണ്ടബിൾ അല്ല, കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമാണ്. ഓക്കെ, അത്രത്തോളം നമ്പറുണ്ട്, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതുകൊണ്ട് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാമെന്നുള്ള നിലയ്ക്ക് നമ്മൾ ആർബിട്രറി ആയിട്ടാണ് നമ്പർ എപ്പോഴും ചൂസ് ചെയ്യുന്നത്. ചൂസ് y ഈക്വൽ ടു ടി എന്ന് ഞാൻ എടുത്തു. ഓക്കെ, ടിയുടെ മീനിങ് എന്ന് വെച്ചാൽ ടി റിയൽ നമ്പറാണ്, ഏത് നമ്പരും ആകാമെന്നർത്ഥം. ഓക്കെ, അത്തരത്തിലുള്ള നമ്പറിനാണ് നമ്മൾ പാരാമീറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് അതിന് റെസ്ട്രിക്ഷൻ ഇല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ കൊടുക്കാവുന്നതാണ്, എന്തും ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് അതിന് ജനറലായിട്ട് വൈയുടെ വാല്യൂ ടി എന്നെടുത്തു. ഓക്കെ ആണ്. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? ഈ കിട്ടിയ വൈയുടെ വാല്യൂ എടുത്ത് ഈ എക്സിൻ്റെ പ്ലേസിൽ വൈ ഉള്ളിടത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അന്നേരം എക്സ് ഇസ് ഈക്വൽ ടു 1/4 + 1/2t എന്ന് കിട്ടി. ഓക്കെ, അന്നേരം തന്നിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് ടിയിലാണ്. എക്സ് ഇസ് ഈക്വൽ ടു 1/4 + 1/2t ആൻഡ് വൈ ഇസ് ഈക്വൽ ടു ടി. ഓക്കെ, അന്നേരം ഈ തന്നിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഫോമിലാണ്. ഈ സൊല്യൂഷൻ ഒന്ന് പാരാമെട്രിക് ഇക്വേഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ജനറൽ സൊല്യൂഷൻ എന്ന് വിളിക്കാം. ഇതാണ് ജനറൽ സൊല്യൂഷൻ. അതല്ലെങ്കിൽ ഈ സൊല്യൂഷൻ പാരാമെട്രിക് ഇക്വേഷൻസിലാണ് എന്ന് പറയാം. കാര്യം ഈ സൊല്യൂഷൻ്റെ പ്രത്യേകത, എക്സിൻ്റെ വൈയുടെയും പ്രത്യേകത എന്താണ്? പാരാമീറ്ററിലാണ് ഈ ഇക്വേഷൻ ഉള്ളത്. കാര്യം ടി എന്ന് പറയുന്ന പാരാമീറ്ററിലാണ് ഈ രണ്ടിൻ്റെയും സൊല്യൂഷൻസ് ഉള്ളത്. ശരിയല്ലേ? രണ്ടിൻ്റെ സൊല്യൂഷൻ പാരാമീറ്ററിൻ്റെ ടേമിലല്ലേ, ടിയുടെ ടേമിലല്ലേ. അതുകൊണ്ട് ഇതിനെ പാരാമെട്രിക് ഇക്വേഷൻസ് എന്ന് വിളിക്കാം, അതായത് ജനറൽ സൊല്യൂഷൻ എന്ന് വിളിക്കാം. ഇതാണ് തന്നിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ ജനറൽ സൊല്യൂഷൻ. ഓക്കെ, അതായത് ഇവിടെ ടി എന്ന് പറയുന്നത് പാരാമീറ്ററാണ്, റിയൽ നമ്പറാണ്. ഈ റിയൽ നമ്പറിന് നിങ്ങൾക്ക് ഏത് നമ്പറും കൊടുക്കാം, പ്രത്യേകിച്ച് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ഏത് നമ്പർ കൊടുത്തു കഴിഞ്ഞാലും ഓരോ നമ്പർ കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ഓരോ സൊല്യൂഷൻസ് കിട്ടിക്കൊണ്ടിരിക്കത്തില്ലേ. ഇപ്പോൾ ടിക്ക് 0 കൊടുത്താൽ ഒരെണ്ണമായിരിക്കും കിട്ടുന്നത്, ടിക്ക് 1 കൊടുത്താൽ ഒരു കിട്ടും, ടിക്ക് 10 കൊടുത്താൽ വേറൊന്ന് കിട്ടും, ടിക്ക് 100 കൊടുത്താൽ വേറൊന്ന് കിട്ടും, ടിക്ക് -11 കൊടുത്താൽ വേറൊന്ന് കിട്ടും. ഇങ്ങനെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. ഇത് ഓരോന്നും ഈ സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ സിസ്റ്റത്തിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ കൺക്ലൂഡ് ചെയ്യണം. സിൻസ് ദെയർ ആർ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ചോയ്സസ് ഫോർ ടി, ടിക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ചോയ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ചോയ്സ് കൊടുക്കുന്നതനുസരിച്ച് ഓരോ വാല്യൂ കിട്ടും. ദാറ്റ് മീൻസ് അതിനർത്ഥം എന്താണ്? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോസിബിൾ സൊല്യൂഷൻസ് ഈ സിസ്റ്റത്തിനുണ്ട് എന്നാണ് അർത്ഥം. ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യണം, എന്നാലേ മാർക്ക് കംപ്ലീറ്റ് കിട്ടത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ കണക്കാണെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ടിക്ക് 0 കൊടുക്കാം. ടിക്ക് 0 കൊടുക്കുമ്പോഴത്തേക്ക് എന്താ വരും? ഇവിടെ ടിക്ക് 0 കൊടുത്താൽ മതി. ടിക്ക് 0 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കും? T0 ആകുമ്പോൾ ഈ ടേം അങ്ങ് പോവേ. ഓക്കെ, അത് എക്സ് ഇസ് ഈക്വൽ ടു 1/4 എന്ന് വരും. ടിക്ക് 0 കൊടുക്കുമ്പോൾ വൈ ഈക്വൽ ടു 0 എന്ന് വരും. അതായത് 1/4, 0 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ. ഇതൊരു സൊല്യൂഷനാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ ഓരോ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ എക്സിനും വൈക്കും പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. റൈറ്റ് സൈഡ് കിട്ടുന്നു നോക്കുക, കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് വേണം ചെക്ക് ചെയ്ത് നോക്കാം അത്. ഓക്കെ, അതുപോലെ തന്നെ ടിക്ക് 1 കൊടുക്കാൻ അത് ഇങ്ങനെ കിട്ടും, എക്സിൻ്റെ വൈയുടെ വാല്യൂ. ടിക്ക് -1 കൊടുത്താൽ ഇങ്ങനെ കിട്ടും വാല്യൂ. ഫോർ എക്സാമ്പിൾ കാണിച്ചേക്കുന്നേ ഉള്ളൂ, അതൊന്നും എക്സാമിനേഷൻ എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ഇതിൻ്റെ സൊല്യൂഷൻസ് ആണ് എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, ഇത്തരത്തിൽ ടിക്ക് ഈ 3 വാല്യൂ അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കൊടുത്താലും കിട്ടുന്ന ഓർഡേർഡ് ബേസ് എല്ലാം ഈ തന്നിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ സൊല്യൂഷനാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അന്നേരം കാര്യം നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. ഗോസിയൻ എലിമിനേഷൻ 2 സിസ്റ്റവും 2 അൺനോൺസും വരുന്ന കേസുകളിൽ ഈ പറയുന്ന 3 പ്രധാന കേസുകളാണുള്ളത്. അതിന് ഓരോ എക്സാമ്പിൾ നമ്മൾ ചെയ്തു, കാര്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ, താങ്ക് യു.